പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലവ്ലി ഷോട്ട്സിൻ്റെ LDC LP UP പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാര്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അവസാന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മൾ ആൻസർ പറഞ്ഞതാണ് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യന്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏത്? അതായത് പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ് പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? വിറ്റാമിൻസിനെ സംബന്ധിച്ച അല്ലെങ്കിൽ ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളാണ്. അതിൽ തെറ്റായത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. B ആണ് ആൻസർ. തെറ്റായ പ്രസ്താവന 4 മാത്രമാണ്. അതായത് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. രണ്ടാമത്തത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം E. 3, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. തെറ്റായ പ്രസ്താവന 4 ആണ്. അതായത് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B എന്നുള്ളത്. അതായത് ഓപ്ഷൻ B 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ബാക്ടീരിയൽ പകർച്ചവ്യാധിയാണ് കുഷ്ഠരോഗം. അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ആൻസർ ഓപ്ഷൻ B ആണ്, സമ്പർക്കം മുഖേന. സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ A ആണ്, സ്നേഹസ്പർശം. സ്നേഹസ്പർശമാണ് അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ D ആണ്, മോണോസൈറ്റും ന്യൂട്രോഫിലും. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ. അപ്പോൾ മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണ്, ഭാഗ്യലക്ഷ്മിയാണ് പയർ ചെടിയുടെ സങ്കര ഇനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വനവിഭവം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ
ആൻസർ ഡി ആണ് മണ്ണെണ്ണ. മണ്ണെണ്ണ ഒരു വനവിഭവമല്ല. ബാക്കി മൂന്നും വനവിഭവമാണ്. പശ, തേൻ, കോലരക്ക് എന്നിവയൊക്കെ വിഭവമാണ്. മണ്ണെണ്ണ ഒരു വനവിഭവം അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴ, സൾഫർ ഡയോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യയാണ്. ഓപ്ഷൻ സി ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം എന്നായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നത്. അതിലെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ ക്വസ്റ്റ്യനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയാണ് ആൻസർ. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്ര? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ആൻസർ എ ആണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എ ആണ്. എ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആൻസർ റൂദർഫോർഡ്. റൂദർഫോർഡിൻ്റെ സംഭാവനയാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക തയ്യാറാക്കിയത് റൂദർഫോർഡാണ്. റൂദർഫോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. കലാമിൻ എന്നത് സിങ്ക് എന്ന ലോഹത്തിൻ്റെ അയിരാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് 18. 18ാം ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയഡിക് ടേബിളിൽ ഉൾപ്പെടുന്നത്. ആധുനിക പീരിയഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ഉൾപ്പെടുന്നത്. ഉത്കൃഷ്ടവാതകങ്ങൾ 18ാം ഗ്രൂപ്പിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നത് ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തതാണ്. ഉപയോഗങ്ങളിൽ പെടുന്നതാണ് ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്നു, കൃത്രിമ ശ്വസനത്തിന്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കാർമോയ്സിൻ. കാർമോയ്സിനാണ് കൃത്രിമ ചുവപ്പ് നിറം നൽകാൻ വേണ്ടി ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. കാർമോയ്സിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭ്രമണചലനം.
ഭ്രമണ ചലനമാണ് ഭൂമിയുടെ ചലനം ഒരു എക്സാമ്പിളാണ്. ഭ്രമണ ചലനമാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഭ്രമണ ചലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ബഹിരാകാശം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. രാകേഷ് ശർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനത്തിന് പറയുന്ന പേരെന്ത്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. അപവർത്തനമാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ പേരാണ് അപവർത്തനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബാഷ്പീകരണം. ബാഷ്പീകരണം എന്നത് താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തതാണ്. വികിരണം, സംവഹനം, ചാലനം ഇവയൊക്കെ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടുന്നതാണ്. ബാഷ്പീകരണം താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടുന്ന ഒന്നല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2. അതായത് കാറ്റ്, തിരമാല. ഇത് രണ്ടുമാണ് ആൻസർ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 1, 2, കാറ്റ്, തിരമാല. ഇത് രണ്ടുമാണ് താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പെട്രോള്, കൽക്കരി മുതലായവ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ 20 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രിലിമിനറി സ്റ്റേജ് 5 മുഴുവൻ GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം വീഡിയോകൾ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.